ചത്തോ അതോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഒരു മറുപടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റാണ്, അതുപോലെ തന്നെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷിഫ്റ്റ് അല്ല എൻ്റേത്. വരുമ്പോൾ ഒരു സമയമാവും, ആ സമയത്ത് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. ലൈറ്റ് പോകും, സമയം പോകും, എനിക്ക് വീഡിയോ ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും ഉള്ള സമയമില്ല. അപ്പോൾ പിന്നെ ലീവ് ഉള്ള സമയത്ത് പരമാവധി റെസ്റ്റ് എടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഷിഫ്റ്റിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇന്നൊരു നൈറ്റ് ഷിഫ്റ്റാണ്, ഇന്നെൻ്റെ 6ാമത്തെ നൈറ്റാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് നല്ല സിക്കായിരുന്നു, അപ്പോൾ കിടപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു ഓഫ് എടുത്തു, അതിനുശേഷം ഇന്ന് റീഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. ചാനൽ അങ്ങനെ നിൽക്കുക ഫ്രീസായിട്ട്. ഇനി എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല, നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാനിപ്പോൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 2:30. ഞാൻ ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നൈറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ സമയം എങ്ങനെ പോയാലും ഒരു 11:30 ഒക്കെ ആവും. വന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒരു ചെറിയ ഉറക്കം, അല്ലെങ്കിൽ 1 മണിക്കൂറത്തേക്കിനൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത്. അപ്പോൾ 2:45 ആകുമ്പോഴത്തേനും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഇവിടുന്ന് ഇറങ്ങി ബസ് കയറി, അത് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ നൈറ്റ് ഷിഫ്റ്റിനുള്ള പോക്ക് എന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഫുഡ് എടുക്കാം. ഒരു ഔട്ട്ഫിറ്റിലാണ് പോകുന്നത് കേട്ടോ, കാരണം എനിക്ക് കൂടുതലും കംഫർട്ട് ആയിട്ട് തോന്നുന്നത് ജീൻസും ടോപ്പുമാണ്. ചെമ്മീൻ റോസ്റ്റുണ്ട്, ബീട്രൂട്ടുണ്ട്, അച്ചാറുണ്ട്. അപ്പോൾ നമുക്ക് വേഗം കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്കാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞു, ഇനി നമുക്ക് നേരെ പോകാനുള്ള പരിപാടി നോക്കാം. 3 മണിക്കാണ് ബസ്. അപ്പം അതിനുള്ളിൽ നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് എത്തണം. 2:50 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റോഡിലെത്തി. ഈ സൈഡിൽ നിന്നാണ് കേട്ടോ ബസ് വരുന്നത്, നോക്കാം. അങ്ങനെ തങ്കിക്കാവിലെത്തി. ഇവിടെ നിന്നാണ് ഇനി ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുന്നത്. ഇനി വെയിറ്റിംഗ് ആണ്. ഒരു 3/4 മണിക്കൂർ എങ്ങനെ പോയാലും ഇവിടെ കിടക്കേണ്ടി വരും, ബ്ലോക്കായിരിക്കും. തുറവൂരിൽ നിന്ന് അരൂർ എത്തണമെങ്കിൽ എങ്ങനെ പോയാലും 3/4 മണിക്കൂർ എടുക്കും. ഡെയിലി ഇവിടെ ബ്ലോക്കാണ്. നമ്മൾ വീട്ടിൽ നിന്ന് എത്ര നേരത്തെ ഇറങ്ങി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതാണ് അടുത്ത ബസ് സ്റ്റോപ്പ്. ഇവിടെ പക്ഷെ ദൈവം സഹായിച്ച് ഇവിടെ ഒരു ബസ് പോലും ഇല്ല. ഇനി അടുത്ത ബസ് വരുന്നോളം വരെ നോക്കിയിരുന്നിട്ട് വേണം പോവാൻ. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. സാധാരണ രീതിയിൽ എങ്ങനെയൊക്കെ പോയെന്ന് പറഞ്ഞാലും നമ്മുടെ അവിടെ നിന്ന് 3:30 വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 4:30 ആകുമ്പോഴത്തേക്കും, അതും സൂപ്പർ ഫാസ്റ്റിൽ വരുമ്പോഴത്തേക്കിനും 4:30 പോലും ആകണ്ട, അതിനു മുമ്പ് നമ്മളിവിടെ എത്തുന്നതാണ്. പക്ഷേ ഇപ്പം സമയം 5 മണിയായി. എനിക്ക് 5:30 ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ്. ഇപ്പോഴും ഞാനിവിടെ നിൽക്കുക വഴിയിൽ. വന്നിട്ടുണ്ട്, വേഗം പോയി കയറിയിരിക്കട്ടെ. ഇനി ഈ ബസ്സിന് കയറിയില്ലെങ്കിൽ കിട്ടില്ല, അങ്ങനെ സീറ്റൊക്കെ കിട്ടി കേട്ടോ. പിന്നെ വന്നിറങ്ങി.
ഇനി നേരെ ഒരു നടപ്പാണ്. ഇനി നടന്ന് ചെന്നിട്ട് ഒരു 2 മിനിറ്റിനുള്ളിൽ ചെന്ന് എത്തും. അപ്പോൾ കറക്റ്റ് 5:30 കയറാൻ പറ്റും. ഡ്യൂട്ടിയുടെ സമയത്ത് ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടാണ് ഇത്. ഉറക്കമില്ല, ഫുള്ള് ബാഡാവും. ഇങ്ങനെ പോയും വന്നിട്ട് ഒരു 3 നൈറ്റൊക്കെ ആകുമ്പം തളർന്ന് വീഴുന്ന പരുവത്തിലാവും. അങ്ങനെ ഫൈനലി 5:30 ആയപ്പോഴത്തേക്കിന് നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട്, ഹോസ്പിറ്റലിലെത്തി. ഇനി ഓടിപ്പോയി പഞ്ച് ചെയ്യണം. എന്തായാലും 5:30 ആവുന്നതേ ഉള്ളൂ. സാധാരണ ഒരു 6 മണിയെങ്കിലും ആവേണ്ടതാണ് ഈ ഒരു ബ്ലോക്കിന്. എന്താണോ സൂപ്പർഫാസ്റ്റിന് വന്നതുകൊണ്ടായിരിക്കും അവിടുന്ന് ഇങ്ങോട്ടേക്ക് നല്ല സ്പീഡിൽ വന്നു അരൂർ കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഈ സമയത്ത് എത്താൻ പറ്റി. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് കയറി. ബൈ.